Good morning, friends. I am Dr. Divagaran, Cochin. തൊഴിൽ, പ്രൊഫഷൻ. ഇന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ വർദ്ധിക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ട് ജോലി കിട്ടാത്ത ആളുകൾ, എം.ടെക് എല്ലാം പാസ്സായി കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ അറിയുന്നവർ, എം.ടെക് പഠിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ മേടിച്ചവരാണ് ജോലി കിട്ടാതെ വരിക. എന്നിട്ട് ബാങ്ക് ടെസ്റ്റൊക്കെ നടത്തുന്ന ആൾ ബാങ്ക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യുക, എന്നിട്ട് അതും കാത്ത് ജോലിയും കാത്ത് ഇരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ജ്യോതിഷപ്രകാരം ഹൊറോസ്കോപ്പിൽ വി ക്യാൻ ഫൈൻഡ് ദി പ്രൊഫഷൻ ഓഫ് എ പേഴ്സൺ. ഒരാളുടെ ജ്യോതിഷപരമായി ഒരാളുടെ തൊഴിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ലഗ്നം കൊണ്ട് ശരീരാദി സുഖ സൗഖ്യഭാവങ്ങളൊക്കെ പറയുമ്പോൾ 10ാം ഭാവം കൊണ്ട് കർമ്മം അഥവാ തൊഴിൽ പറയുന്നു. ലഗ്നാധിപനും കർമാധിപനും തമ്മിൽ ബന്ധമുണ്ടായാൽ ആ വ്യക്തിക്ക് ജീവിതാവസാനം വരെ വരുമാനമുണ്ടാകും. മേടൻ രാശി ലഗ്നമായിട്ട് ജനിക്കുകയും ലഗ്നാധിപനായ ചൊവ്വ കർമ്മസ്ഥാനത്ത് ചന്ദ്രനോട് കൂടിച്ചേർന്ന് നിൽക്കുകയും സൂര്യൻ ചിങ്ങൻ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടുവാൻ ഇടയുണ്ട്. അയാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളിലെല്ലാം അനായാസേന പാസ്സാകുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ഇടയുണ്ട്. ചിങ്ങലഗ്നമായിട്ട് ലഗ്നാധിപനായ സൂര്യൻ കർമാധിപനായ ശുക്രനോട് കൂടി ചേർന്ന് ഇടവൻ രാശിയിൽ നിൽക്കുകയും ചിങ്ങൻ രാശിയുടെ ഭാഗ്യാധിപനായ ചൊവ്വയ്ക്ക് ലഗ്നത്തിലേക്ക് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടുവാനായിട്ട് ഇടയുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10ൽ വ്യാഴവും ചന്ദ്രനും നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് സർക്കാർ ജോലി കിട്ടും. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുന്നതായ ആളുകളിൽ 100ൽ 10 പേർക്ക് പോലും സർക്കാർ ജോലി കിട്ടാത്ത ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. 9ൽ ചന്ദ്രൻ നിൽക്കുകയും കർമ്മസ്ഥാനാധിപതി കർമ്മസ്ഥാനത്ത് ബന്ധപ്പെടുകയും ലഗ്നാധിപൻ്റെ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കീർത്തിയും പുണ്യവും ധർമ്മവും സദാചാരവും ഒക്കെ ഉണ്ടാകുവാനും നല്ല ജോലി കിട്ടുവാനൊക്കെ ഇടവരും. പ്രധാനപ്പെട്ട ഉന്നത തൊഴിലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്ടറാകുക, മറ്റൊന്ന് എൻജിനീയറാകുക, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ IAS ഓഫീസറാകുക, അല്ലെങ്കിൽ IPS ഓഫീസറാകുക. ഒരാളുടെ ലഗ്നം മേടൻ രാശിയായിട്ട് വരികയും ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിൽ രുചക മഹായോഗം ചെയ്ത് നിൽക്കുകയും കർമ്മസ്ഥാനാധിപനായ ശനി കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് IPS റാങ്കിൽ വരാനും IPSൽ സെലക്ഷൻ കിട്ടുവാനും പോലീസ് മേധാവിയായിട്ടൊക്കെ വിരാജിക്കുവാനായിട്ട് സാധിക്കും. ചൊവ്വയാണ് പോലീസ്, പട്ടാളം മുതലായവയുടെ എല്ലാം ആധിപത്യം വഹിക്കുന്നതായ ഗ്രഹം. 10ൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് വരിക. ആ ചൊവ്വയ്ക്ക് ലഗ്നാധിപൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുക. അങ്ങനെ വന്നാൽ അയാൾക്ക് ഒരു പോലീസ്, നീതിന്യായ വകുപ്പ്, പട്ടാളം, അതുപോലെ തന്നെ സർക്കാർ സർവീസിലെ ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാനും സെക്രട്ടറി പോലുള്ള റാങ്കുകളിലൊക്കെ ജോലി ചെയ്യുവാനും ഇടവരും. 10ൽ ബുധൻ വരിക. ആ ബുധന് ചന്ദ്രൻ്റെ ദൃഷ്ടി വരിക. ഇങ്ങനെ വന്നാൽ അയാൾ വലിയ സാഹിത്യകാരനായി തീരുവാനും അയാൾ അതോടൊപ്പം തന്നെ അയാളുടെ 2ാം ഭാവം വളരെ പവർഫുള്ളായിട്ട് വരികയൊക്കെ ചെയ്താൽ അയാൾ വക്കീൽ ജോലിയിൽ പ്രഗത്ഭനായി തീരുവാനായിട്ട് ഇടവരും. 9ൽ ബുധൻ നിൽക്കുകയും ആ ബുധന്
കർമാധിപൻ്റെ ദൃഷ്ടി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ബുദ്ധിമാനും ധർമ്മശീലനും ഉത്കൃഷ്ട ഭാഗ്യവാനും ഉത്തരവാദിത്തമുള്ള സർക്കാർ ജോലി വഹിക്കുന്നവനും ആയിരിക്കും. വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം കർമ്മസ്ഥാനത്ത്, ലഗ്നത്തിൻ്റെ കർമ്മസ്ഥാനത്ത് വരികയും കർമാധിപൻ ലഗ്നത്തിൽ ബന്ധപ്പെടുകയുമൊക്കെ ചെയ്താൽ അയാൾ കീർത്തിമാനായിട്ടുള്ള ആളായിരിക്കും. ഒരു പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളായിട്ടോ ശാസ്ത്രജ്ഞനായിട്ടോ വരുവാനായിട്ട് ഇടവരും. ശനി കുംഭൻ രാശിയിൽ കർമ്മസ്ഥാനത്തായിട്ട് വരികയും ആ ശനിക്ക് വ്യാഴബന്ധം വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ വൈമാനിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അയാൾക്ക് വിമാന സർവീസുകളിലൊക്കെ ചെയ്യാനും അയാൾ പൈലറ്റായിട്ട് വരുവാനുമൊക്കെ ഇടവരുന്നുണ്ട്. ശുക്രൻ 10ാം ഭാവത്ത് ബന്ധപ്പെടുകയും, ശുക്രൻ വാഹനകാരകനാണ്. ആ ശുക്രന് കർമാധിപനായ ശുക്രൻ കർമ്മസ്ഥാനത്ത് വരികയും ആ ശുക്രന് ശനിയുടെ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഉയർന്ന വസ്ത്രവ്യാപാരിയായി തീരുവാനായിട്ട് ഇടവരും. ശുക്രനാണ് വസ്ത്രത്തിൻ്റെയൊക്കെ ആൾ. അതുപോലെ തന്നെ ശുക്രൻ 10ാം ഭാവത്ത് നിന്നാൽ ശുക്രൻ ബലം കുറവാണെന്നുണ്ടെങ്കിൽ അയാൾ നാൽക്കാലികളെ കൊണ്ട് ധനം സമ്പാദിക്കുന്ന ആളായിരിക്കും. ശനി 10ൽ വരികയും ആ ശനിക്ക് ലഗ്നാധിപൻ്റെ ബന്ധമൊക്കെ വരികയും ഒക്കെ ചെയ്യാം. ബുധൻ വളരെ ബലവാനായിട്ട് വരിക, ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു രാഷ്ട്രീയ നേതാവായി തീരുവാനായിട്ട് ഇടവരും. 10ൽ രാഹു വരിക, ആ രാഹുവിന് ശുഭഗ്രഹത്തിൻ്റെ ബന്ധം വരിക, അയാൾക്ക് വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ പ്രഗത്ഭനായിത്തീരും. വൈദ്യ പുരോഹിത ശ്രേഷ്ഠ സ്മൃതിജ്ഞ വഞ്ചക നരാജായൻ്റെ കർമ്മകൈ പാപേ. കർമ്മസ്ഥാനത്ത് പാപഗ്രഹവും ശുഭഗ്രഹവും ബന്ധപ്പെട്ട് നിന്നാൽ അയാൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭനായിത്തീരും. ചൊവ്വയുടെ ബന്ധം അയാൾക്ക് വരികയാണെങ്കിൽ അയാൾ ശസ്ത്രക്രിയാ വിദഗ്ധനായി തീരുകയും ആ ചൊവ്വയ്ക്ക് 4ലേക്ക് ബന്ധം വരികയും ആണെങ്കിൽ അയാളൊരു കാർഡിയോ സർജനായി തീരുവാനും അതിൽ അയാളുടെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഇടവരും. Thank you very much. I will continue tomorrow the other part of astrology predictions.